നമസ്കാരം, എല്ലാവർക്കും PSC Proയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ LDC സ്പെഷ്യൽ 1000 ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന സെക്ഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കിതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മൗ മൗ ലഹള നടന്ന രാജ്യം കെനിയയാണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം ബ്രസീലാണ്. അടുത്ത ചോദ്യം, മാജി ലഹള നടന്ന രാജ്യമാണ് താൻസാനിയ. മാജി ലഹള നടന്ന രാജ്യം താൻസാനിയയാണ്. അടുത്ത ചോദ്യം, നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാല നാമമുള്ള സ്വാമി വിവേകാനന്ദനെ ആദ്യമിട്ട പേര് എന്താണ്? വിവേകാനന്ദൻ്റെ ബാല്യകാലത്തിട്ട ആദ്യത്തെ പേരെന്ന് പറയുന്നത് വീരേശ്വർ ദത്ത എന്നാണ്. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് കാദംബിനി ഗാംഗുലി, അതുപോലെ ആനന്ദിബായ് ജോഷി. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് കാദംബിനി ഗാംഗുലി, ആനന്ദിബായ് ജോഷി എന്നിവർ. അടുത്ത ചോദ്യം, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കറാണ്. ദേവസമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ദേവസമാജത്തിൻ്റെ സ്ഥാപകൻ ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജത്തിൻ്റെ സ്ഥാപകൻ. വേദസമാജം സ്ഥാപിക്കുന്നത് ആരാണ്? ശ്രീധരലു നായിഡുവാണ്. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത മൗണ്ട് ആഥോസ് ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്താണ്? ഗ്രീസിലാണ്. അടുത്ത ചോദ്യം, മഹാറാണി ഗുഹ ഏത് രാജ്യത്താണ്? മഹാറാണി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഫോട്ടോട്രോപ്പിസം എന്നാണ്. പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഫോട്ടോട്രോപ്പിസം എന്ന പേരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തിയാണ് ഷമ്മി കപൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തി ചോദിച്ചാൽ ഷമ്മി കപൂർ ആണ്. ജലന്ധർ ഏതിനു പ്രസിദ്ധമാണ്? സ്പോർട്സ് സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമായ സ്ഥലമാണ് ജലന്ധർ. പെരുമ്പടപ്പ് സ്വരൂപം തിരുവഞ്ചിക്കുളത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയത് ഏത് വർഷത്തിലാണ്? പെരുമ്പടപ്പ് സ്വരൂപം തിരുവഞ്ചിക്കുളത്ത് നിന്ന് അവരുടെ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റിയത് ഏത് വർഷത്തിലാണ്? AD 1405. അടുത്ത ചോദ്യം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം. ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ പാലമാണ് ഹൗറ പാലം. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഹൗറ പാലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് കൂടിയ പാലം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. സമചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഓർത്തിരിക്കുക, സമചതുരാകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. അടുത്ത ചോദ്യം, സാൻഡ്വിച്ച് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് സാൻഡ്വിച്ച് ദ്വീപുകൾ. അടുത്ത ചോദ്യം, ഐഹോൾ ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവ് ആരാണ്? പുലികേശി രണ്ടാമനാണ്. ഐഹോൾ ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവ് പുലികേശി രണ്ടാമൻ. വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗ്വിൻ. വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിവുള്ള പക്ഷി പെൻഗ്വിനാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ മുൻകാല പേരാണ് കേരള ആർട്സ് അക്കാദമി. കേരള കലാമണ്ഡലത്തിൻ്റെ മുൻകാല പേര് എന്താണ്? കേരള ആർട്സ് അക്കാദമി എന്നാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. ദാദാ സാഹേബ് ഫാൽക്കെ ആദ്യ ഫീച്ചർ ഫിലിം നിർമ്മിച്ച വർഷമാണ്. ദാദാ സാഹേബ് ഫാൽക്കെ ആദ്യ ഫീച്ചർ ഫിലിം നിർമ്മിച്ച വർഷം 1913. അടുത്ത ചോദ്യം,
കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂരാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിലെ നോബൽ ജേതാക്കൾക്ക് ഏത് രാജ്യത്ത് വെച്ചാണ് പുരസ്കാരം നൽകുന്നത്? സ്വീഡനിൽ വെച്ചിട്ടാണ് സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിലെ നോബൽ ജേതാക്കൾക്ക് സമ്മാനം നൽകുന്നത് അല്ലെങ്കിൽ പുരസ്കാരം നൽകുന്നത് സ്വീഡനിൽ വെച്ചിട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരമാണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ മേയർ അധികാരമേറ്റിട്ടുള്ള നഗരം മുംബൈയാണ്. അടുത്ത ചോദ്യം, ജഹാംഗീർ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നഗരമാണ് ലാഹോർ. ജഹാംഗീർ ഏറ്റവും കൂടുതൽ ജീവിച്ച നഗരം ലാഹോറാണ്. ഡ്യൂസ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്യൂസ് എന്ന പദം. പറക്കാൻ കഴിവുണ്ടെങ്കിലും തറയിൽ നിന്നു മാത്രം ഇര തേടുന്ന പക്ഷിയാണ് സെക്രട്ടറി പക്ഷി. പറക്കാൻ കഴിവുണ്ടെങ്കിലും തറയിൽ നിന്ന് മാത്രം ഇര തേടുന്ന പക്ഷി അറിയപ്പെടുന്നത് സെക്രട്ടറി പക്ഷി എന്നാണ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യയാണ് അഹമ്മദാബാദ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം എവിടെയാണ്? ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂരാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തത്, പേഷ്വാമാരിൽ ഏറ്റവും പ്രഗത്ഭൻ ആരാണ്? പേഷ്വാമാരിൽ ഏറ്റവും പ്രഗത്ഭൻ ആരാണ്? ബാജിറാവു ഒന്നാമനാണ്. ബാജിറാവു ഒന്നാമനാണ് പേഷ്വാമാരിൽ ഏറ്റവും പ്രഗത്ഭൻ. കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 20 അടുത്ത ചോദ്യം, ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച വർഷമാണ് 1875. ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിക്കുന്നത് 1875. മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏത് രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്? ചൈനയാണ്. ചൈനയുടെ രഹസ്യാന്വേഷണ ഏജൻസി അറിയപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്നാണ്. വന്യമൃഗങ്ങളിൽ ഏത് ജീവിയുടെ കാലടയാളമാണ് മനുഷ്യൻ്റെ കാലടയാളവുമായിട്ട് സമാനത പുലർത്തുന്നത്? കരടിയാണ്. അടുത്ത ചോദ്യം, ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന മൃഗം ഏതാണ്? കരടിയാണ് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന മൃഗം. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ട്രിഗ്വേലി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ്വേലിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ്റെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഗാനമുള്ളത്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ കൃത്രിമ വസ്തുവാണ് ലൂണ 2. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ കൃത്രിമ വസ്തു ലൂണ 2 ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരമാണ് ഡമാസ്കസ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ഏതാണ്? ഡമാസ്കസ് ആണ്. ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം വെല്ലിംഗ്ടൺ ആണ്. ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം വെല്ലിംഗ്ടൺ ആണ്. അത് ന്യൂസിലാൻഡിലാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യുറാൽ. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വത നിര അറിയപ്പെടുന്നത് യുറാൽ എന്നാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനമാണ്. അടുത്തത്, ഹൈദരാബാദ് സ്ഥാപിച്ചത് ഗുലി ഖുത്തുബ് ഷായാണ് ഹൈദരാബാദ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്.
ഏതൊക്കെ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്? അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ചേർന്നിട്ടാണ് ഗംഗ രൂപം കൊള്ളുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വ, വ്യാഴം. അടുത്തത്, മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് ആരാണ്? മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് അലി സഹോദരന്മാരാണ്. 1000 തടാകങ്ങളുടെ നാടാണ് ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവാണ് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡാണ്. അടുത്ത ചോദ്യം, സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഒറീസയിലാണ് സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കാജു ഗെനെ എവിടുത്തെ പ്രശസ്തമായ പാനീയമാണ്? കാജു ഫെനി എന്ന് പറയുന്നത് എവിടുത്തെ പ്രശസ്തമായ പാനീയമാണ്? അത് ഗോവയിലെ പാനീയമാണ്. അടുത്ത ചോദ്യം, കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? രാജശേഖര വർമ്മ. കൊല്ലവർഷം ആരംഭിച്ചത് രാജശേഖര വർമ്മൻ്റെ കാലത്താണ്. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നത് 1904 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ മന്ത്രിയാണ് ആർ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ മന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അടുത്ത ചോദ്യം, ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ലേ കോർബൂസിയയാണ്. ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ലേ കോർബൂസിയെ. ലോകത്തെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ഏത് രാജ്യത്താണ് സ്ഥാപിച്ചത്? അത് ജർമ്മനിയിലാണ് സ്ഥാപിക്കുന്നത്. വോയിസ് ഓഫ് ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? മൃണാളിനി സാരാഭായിയുടെ ആത്മകഥ അറിയപ്പെടുന്നത് വോയിസ് ഓഫ് ദ ഹാർട്ട് എന്നാണ്. അടുത്തത്, കേരളത്തിലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എവിടെയാണ്? കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കലവൂരാണ്. അടുത്ത ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? അത് മുളങ്കുന്നത്തുകാവിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്തത് മുളങ്കുന്നത്തുകാവ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ലോകത്താണെങ്കിൽ അൻഡോറയാണ്, അൻഡോറ. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഗുജറാത്തിലെ കാംബെ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനമാണ്. പെട്രോളിയം ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഗുജറാത്തിലെ കാംബെ. നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യ വക്താവാണ് മുഖ്യമന്ത്രി. നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യ വക്താവ് മുഖ്യമന്ത്രിയാണ്. കേരള കോൺഗ്രസ് സ്ഥാപിച്ചത് കെ എം ജോർജ് ആണ്. കേരള കോൺഗ്രസ് സ്ഥാപിച്ചത് കെ എം ജോർജ്. കേരള കോൺഗ്രസ് സ്ഥാപിച്ചത് കെ എം ജോർജ് ആണ്. അടുത്ത ചോദ്യം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സിന്ധു നദി പതിക്കുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. സിന്ധു നദി പതിക്കുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ന്യൂ ഗിനിയ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രം. ന്യൂ ഗിനിയ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. മനുഷ്യഹസ്തത്തിൽ ആകെയുള്ള എല്ലുകൾ 27. മനുഷ്യഹസ്തത്തിൽ ആകെയുള്ള എല്ലുകൾ 27. അടുത്ത ചോദ്യം, ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇറാഖാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണപഥം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? 36,000 കിലോമീറ്റർ ആണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണപഥം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 36,000 കിലോമീറ്റർ ആണ്. പഞ്ചാബ് തടമേഖല ഏത് നദിക്ക് സമീപമാണ്? പഞ്ചാബ് തടമേഖല
സിന്ധു നദിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭാരതരത്നം ലഭിച്ച ആദ്യ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി. പാലസ് ഓഫ് നേഷൻസ് ഏതു രാജ്യത്താണ്? പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ്? ജനീവയിലാണ്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മേജർ തുറമുഖമാണ് തൂത്തുക്കുടി. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടിയാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനമന്ത്രിയാണ് പാലിയത്തച്ഛൻ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനമന്ത്രി പാലിയത്തച്ഛനാണ്. അടുത്ത ചോദ്യം, ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യയാണ്. റെക്കോർഡുകൾ വിൽക്കുന്നതിന് റോയൽറ്റി ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ടാഗോർ. റെക്കോർഡുകൾ വിൽക്കുന്നതിന് റോയൽറ്റി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ടാഗോറാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏദൻ തോട്ടം നിലനിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള പട്ടണമാണ് ഡമാസ്കസ്. ഡമാസ്കസ് ആണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏദൻ തോട്ടം നിലനിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള പട്ടണം. നവോത്ഥാനത്തിന് വേദിയായ വൻകരയാണ് യൂറോപ്പ്. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിലാണ്. അടുത്ത ചോദ്യം, ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശത്താണ്. വേദാംഗങ്ങൾ 6 അതിൽ ഏതെല്ലാം? ശിക്ഷ, നിരുക്തം, വ്യാകരണം, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം. വേദാംഗങ്ങൾ 6 അത് ശിക്ഷ, നിരുക്തം, വ്യാകരണം, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ്. വേണാട്ടിലെ ഏറ്റവും പഴയ രാജാവാണ് അയ്യനടികൾ തിരുവടികൾ. വേണാട്ടിലെ ഏറ്റവും പഴയ രാജാവ് അയ്യനടികൾ തിരുവടികളാണ്. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 16 കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം നിലവിൽ വന്നത് എന്നാണ്? 1941 ജനുവരി 16. ഖംഭാത്ത് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് സൂററ്റ്. ഖംഭാത്ത് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം സൂററ്റാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിലാണ്? AD 1795 തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വന്തമാക്കിയ രാജ്യമാണ് ബ്രസീൽ. ലോകസമാധാനത്തിന്റെ ചിഹ്നമായി പ്രാവിനെ അവതരിപ്പിച്ച ചിത്രകാരനാണ് പിക്കാസോ. ലോകസമാധാനത്തിന്റെ ചിഹ്നമായിട്ട് പ്രാവിനെ അവതരിപ്പിച്ച ചിത്രകാരൻ പിക്കാസോ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിലാണ്. ഛത്തീസ്ഗഡിലെ പ്രധാന നദിയാണ് മഹാനദി. ഛത്തീസ്ഗഡിലെ പ്രധാന നദി മഹാനദിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ. VK കൃഷ്ണമേനോന് ശേഷം പ്രതിരോധ മന്ത്രിയായ മലയാളിയാണ് AK ആന്റണി. VK കൃഷ്ണമേനോന് ശേഷം പ്രതിരോധ മന്ത്രിയായ മലയാളി AK ആന്റണിയാണ്. ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവാണ് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗായത്രി മന്ത്രം ഏതിൻ്റെ ഭാഗമാണ്? ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ് ഗായത്രി മന്ത്രം. സാരികൾക്കു പേര് കേട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നത്. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഓടുന്ന തീവണ്ടിയാണ് ഹിമസാഗർ. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഓടുന്ന തീവണ്ടി ഹിമസാഗറാണ്. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, സുംഗവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വിദിഷ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകനാണ് TK നായർ. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ TK നായരാണ്. ലോകത്തെ ഏറ്റവും ചെറിയ പശുവർഗമാണ് വെച്ചൂർ പശു. ലോകത്തെ ഏറ്റവും ചെറിയ പശുവർഗം വെച്ചൂർ പശുവാണ്. അടുത്ത ചോദ്യം, ഗിരിനഗര ശിലാലേഖം ഏത് രാജാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്
പ്രതിപാദിക്കുന്നതാണ്. രുദ്രരാമൻ ഗിരിനഗര ശിലാലേഖം ഏത് രാജാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്? രുദ്രരാമനാണ് ഉത്തരം. മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ സമാധി സന്ദർശിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മൊയ്നുദ്ദീൻ ചിഷ്ടിയുടെ സമാധി സന്ദർശിച്ച ആദ്യ ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ലോക വൃത്ത ദിനമാണ് ഒക്ടോബർ 1. ജനകീയാസൂത്രണം തുടങ്ങിയത് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ്? 9. സമാധാനത്തിനുള്ള ഇഗ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അടൽ ബിഹാരി വാജ്പേയി. സമാധാനത്തിനുള്ള ഇഗ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അടൽ ബിഹാരി വാജ്പേയി ആണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ട വർഷമാണ് 1910. വേദകാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങളാണ് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. സ്വതന്ത്രമായി നിലകൊണ്ട ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എത്യോപ്യ, ലൈബീരിയ. സ്വതന്ത്രമായി നിലകൊണ്ട ആഫ്രിക്കൻ രാജ്യങ്ങൾ എത്യോപ്യ, ലൈബീരിയ എന്നിവയാണ്. ലോകത്താദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സൻ്റെയാണ്. സിംഗപ്പൂർ ഏത് സമുദ്രതീരത്താണ്? പസഫിക് സമുദ്രതീരത്താണ് സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നിർവൃതി പഞ്ചകത്തിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. നിർവൃതി പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ചിസ്റ്റി ഓർഡർ സ്ഥാപിച്ച സൂഫി പര്യനാണ് ഖോജ മൊയ്നുദ്ദീൻ ചിസ്റ്റി. ചോർമിനാർ എവിടെയാണ്? ഡൽഹിയിലാണ് ചോർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ചോർമിനാർ നിർമ്മിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. 1954 ആദ്യത്തെ നെഹ്റു പ്ലാനറ്റോറിയം എവിടെയാണ് ആരംഭിച്ചത്? പൂനെയിലാണ്. അടുത്ത ചോദ്യം, സിക്കന്ദർ ഇ സാനി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനമാണ് ക്രാക്കത്തോവ. ഗാനയുടെ പഴയ പേരാണ് ഗോൾഡ് കോസ്റ്റ്. ലോകത്തെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അറേബ്യ. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം യുറാനസ് ആണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ. വരികൾ ഇല്ലാതെ സംഗീതം മാത്രമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം സ്പെയിനാണ്. വരികൾ ഇല്ലാതെ സംഗീതം മാത്രമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം സ്പെയിൻ. പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം, കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് AK ആന്റണി. ആയുർവേദ ചികിത്സാരീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ. ഭാരതരത്നം ജേതാക്കളിൽ ഇന്ത്യക്കു വെളിയിൽ ജനിച്ച ആദ്യ വ്യക്തിയാണ് മദർ തെരേസ. ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി ഏതു ഗ്രഹമാണ്? വ്യാഴമാണ് ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അടുത്ത ചോദ്യം, വനമഹോത്സവം നടത്തുന്ന മാസം ജൂലൈ ആണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ചർച്ച ചെയ്ത ആദ്യ നേതാവാണ് ദാദാഭായ് നവറോജി. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി. കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. സിറാജ് ഉദ്ദൗളയുടെ തലസ്ഥാനമാണ് മുർഷിദാബാദ്. അടുത്ത ചോദ്യം, തമിഴ്നാട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് ജാനകി രാമചന്ദ്രൻ. 1-ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് KC നിയോഗി. കാഞ്ചീപുരം ഏത് നദിയുടെ തീരത്താണ്? പാലാർ നദിയുടെ തീരത്താണ് കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാൻലി റിസർവോയർ ഏത് നദിയിലാണ്? സ്റ്റാൻലി റിസർവോയർ ഏത് നദിയിലാണ്? കാവേരിയിലാണ്. സിംഹാചലം ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ആന്ധ്രാപ്രദേശിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സിംഹാചലം. അടുത്ത ചോദ്യം,
ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് സിക്കന്ദർ ലോധിയാണ്. സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയത് സിക്കന്ദർ ലോധി. ലോകത്തെ ഏറ്റവും നീളം കൂടിയ പദ്യമാണ് മഹാഭാരതം. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ കേരളത്തിലെ ഏത് ജില്ലക്കാരനാണ്? കോട്ടയം. അടുത്ത ചോദ്യം, ഗുപ്തവംശത്തിന്റെ 2ാം തലസ്ഥാനമായിരുന്നത് ഉജ്ജയിനിയാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലം 1509 മുതൽ 1529 വരെയാണ്. ഡൽഹിയിലെ തൊമാര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് മാഹിപാലൻ. ഡൽഹിയിലെ തൊമാര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് മാഹിപാലനാണ്. തമിഴ്നാട് ഗവർണറായ മലയാളി വനിതയാണ് ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. തമിഴ്നാട് ഗവർണറായ മലയാളി വനിതയാണ് ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. നെഹ്റു കഴിഞ്ഞാൽ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകരമേനോൻ. സേനന്മാർ ഏതു പ്രദേശമാണ് ഭരിച്ചത്? ബംഗാൾ. ഹവാമഹൽ എവിടെയാണ്? ജയ്പൂരാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു? 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. താർ എക്സ്പ്രസ് ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ്? മുനമ്പാബാവു, കൊക്രപ്പാർ. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് വെർഖോയൻസ്ക്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദ്. MC റോഡിന്റെ പണി തീർത്തത് ഏത് വർഷത്തിലാണ്? AD 1877. സ്കൂൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഡെറാഡൂണാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ച വർഷമാണ് 1893. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ പ്രസംഗിച്ച വർഷം 1893. ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന നൊബേൽ ജേതാവാണ് മൈറീറ്റ് കൊറിഗൻ. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചിയാണ്. കേരള നിയമസഭയിൽ കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തത് MV രാഘവനാണ്. കേരള നിയമസഭയിൽ കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തത് MV രാഘവൻ. അടുത്ത ചോദ്യം, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ബ്രഹ്മപുത്ര. സിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സിഖുകാരുടെ ആദ്യ ഗുരുവായ നാനാക്ക് ജനിച്ച ഗ്രാമം തൽവന്തിയാണ്. ഡയമൻഡിന ട്രെഞ്ച് ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഡയമൻഡിന ട്രെഞ്ച് ആണ്. അടുത്തത്, ജോനാഥൻ ഹാർക്കർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രാം സ്റ്റോക്കറാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റാണ് നീലം സഞ്ജീവ റെഡ്ഡി. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. അടുത്ത ചോദ്യം, അക്ബർ 1581 പരാജയപ്പെടുത്തിയ മാൾവയിലെ ഭരണാധികാരിയാണ് ബാസ് ബഹാദൂർ. ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ സമയത്തെ ഗുപ്ത രാജാവാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ.
ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ ഫാഹിയാൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഗുപ്തരാജാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്. അക്ബർ അന്തരിച്ചത് 1605 ഒക്ടോബർ 17. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തുവിദ്യ ആദ്യമായി ഉപയോഗിച്ച നാഗരികതയാണ് സുമേറിയൻ. എവറസ്റ്റിന് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ ജോർജ് എവറസ്റ്റ് ആരായിരുന്നു? ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്നു. MP ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമം പ്രേംജി എന്നാണ്. സിതാർ ഇന്ത്യൻ സംഗീതത്തിന് പരിചയപ്പെടുത്തിയത് അമീർ ഖുസ്രുവാണ്. ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടന്ന വർഷം 2002. ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടക്കുന്നത് 2002. സുംഗവംശ സ്ഥാപകനാണ് പുഷ്യമിത്രൻ. അടുത്ത ചോദ്യം. സംഘകാല കൃതികളുടെ മുഖ്യ പ്രമേയം പ്രണയം, യുദ്ധം എന്നിവയാണ്. ലോകത്തെ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24 സമയമേഖലകളാണ് ലോകത്തുള്ളത്. ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 543. കേരളത്തിൽ നിലനിന്നിരുന്ന ദായക്രമത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശ സഞ്ചാരി ഫ്രയർ ജോർഡാനസ് ആണ്. കേരളത്തിൽ പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെയാണ്? താമരശ്ശേരിയിലാണ്. ബാഷ്പക്കടൽ എവിടെയാണ്? ചന്ദ്രനിലാണ്. ബുദ്ധന്റെ ഭാര്യ യശോധരയാണ്. സേനവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാണ് വിജയസേനൻ. കേരളത്തിലെ ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അത് 1821. അടുത്ത ചോദ്യം. ഗോവയുടെ ഭരണ തലസ്ഥാനം പനാജിയാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809. ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? സ്പീക്കർക്കാണ്. ദേശീയ പതാകയിൽ ഒരു നിറം മാത്രമുള്ള രാജ്യം ലിബിയയാണ്. കേരളത്തിലേക്ക് വാസ്കോ ഡഗാമയുടെ 2ാം വരവ് ഏത് വർഷത്തിലായിരുന്നു? AD 1502. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് തിയോഡർ റൂസ്വെൽറ്റ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 552 ആണ്. സംഘകാല ചേരന്മാരുടെ പ്രധാന തുറമുഖം ഓസിരീസ് ആയിരുന്നു. സംഘകാല ചേരന്മാരുടെ പ്രധാന തുറമുഖം ഓസിരീസ് ആണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴിയാണ്. അടുത്തത്. സൂത്രപിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധന്റെ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സൂത്രപിടകം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം PS വാര്യരാണ്. ചാർവാക മതം മുന്നോട്ട് വെച്ച മീമാംസ ലോകായത ദർശനമാണ്. ചാർവാക മതം മുന്നോട്ട് വെച്ച മീമാംസ ലോകായത ദർശനം. സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1975 സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K. രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാനാമമാണ് കേരളൻ. കേരള ദർപ്പണം, കേരള പത്രിക, മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ K. രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാനാമം കേരളൻ എന്നാണ്. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസ്മിത എന്നിവയാണ്. സ്വതന്ത്ര തിരുവിതാംകൂറിലെ 2ാമത്തെ പ്രധാനമന്ത്രിയാണ് പറവൂർ നാരായണപിള്ള. സ്വതന്ത്ര തിരുവിതാംകൂറിലെ 2ാമത്തെ പ്രധാനമന്ത്രി പറവൂർ നാരായണപിള്ളയാണ്. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. അടുത്ത ചോദ്യം.
കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? ഓൾറെഡി പറഞ്ഞു, സിക്കിമാണ്. കാഞ്ചിലി ഹരികെ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അഗ്മാർക്ക്. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ്? ഗവർണറുടെ പേരിലാണ് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ എസ് ചന്ദ്രശേഖരന് നോബൽ സമ്മാനം കിട്ടിയ വിഷയം ഫിസിക്സ് ആണ്. അടുത്ത ചോദ്യം, കേരള ദിനേശ് പേടിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ഡ്യൂൺ സ്കൂൾ എവിടെയാണ്? ഡെറാഡൂണിലാണ് ഡ്യൂൺ സ്കൂൾ ഉള്ളത്. തളിക്കോട്ട് യുദ്ധത്തിന് ശേഷം വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് സീസർ ഫെഡറിക്. തളിക്കോട്ട് യുദ്ധത്തിന് ശേഷം വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി സീസർ ഫെഡറിക് ആണ്. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ് ആണ്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ കർഷക ദിനം ആചരിക്കുന്നത് ചിങ്ങം 1-നാണ്. സിഖുകാരുടെ 5 അടിസ്ഥാന സംഗതികളാണ് കേശം, കങ്ക, കച്ച, കര, കൃപാൺ. കേശം, കങ്ക, കച്ച, കര, കൃപാൺ എന്നിവയാണ് സിഖുകാരുടെ 5 അടിസ്ഥാന സംഗതികൾ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് കുഞ്ഞിക്കോയ തങ്ങൾ. ഘ്രാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷിയാണ് കിവി. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാറ്റ്നയാണ്. അടുത്ത ചോദ്യം, ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം ഗോദാവരി തീരത്താണ്. ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം ഗോദാവരി തീരത്ത്. ഹ്യൂവർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ APJ അബ്ദുൽ കലാമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. 1814 ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 1814 ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6-നാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി 1946 ഡിസംബർ 6. ഓൾറെഡി പറഞ്ഞു. ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 28% ഓക്സിജൻ. ഗർത്തങ്ങൾക്ക് വ്യാസൻ, വാൽമീകി, ഹോമർ തുടങ്ങിയ കവികളുടെ പേര് നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ്? ബുധനിലാണ്. സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോടാണ്. സിന്ധു സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ചിത്രലിപി. ഗുജറാത്തിലെ പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് ഗിർ. ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത പാട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.